ജയിൽ പുള്ളി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇൻചാർജിലുള്ള ഒരാൾ ഒരു ബാർ എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് അമർത്തി. CCTV ക്യാമറ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അവന് ശ്വസിക്കാൻ പറ്റാതായപ്പോൾ അയാൾ അവനെ താക്കീത് നൽകി വിട്ടു. ജയിലിൽ ഇങ്ങനെയൊക്കെ സഹിച്ചേ പറ്റൂ എന്നവൻ മനസ്സിലാക്കി. പിന്നീട് അവൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അയാൾ വന്ന് അത് തട്ടിയിട്ടു. പക്ഷേ അവൻ ദേഷ്യം അടക്കിപ്പിടിച്ചു നിന്നു. എന്നിട്ട് അവൻ തന്റെ വക്കീലിനെ കണ്ടു പരാതി പറഞ്ഞപ്പോൾ, നീ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിന്നാൽ നിനക്ക് വൈകാതെ പുറത്തു കടക്കാൻ പറ്റും എന്നയാൾ അവനോട് പറഞ്ഞു. അതിനുശേഷം അവനെ അവർ ഉപദ്രവിച്ചു. പക്ഷേ അവൻ ആ ദേഷ്യമെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർത്തു. പെട്ടെന്ന് അയാൾ വന്ന് എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അവനും പുറത്തു പോകാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അവനെ തടഞ്ഞു നിർത്തി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അവനൊന്നും മിണ്ടാതെ പോകാൻ ശ്രമിച്ചു. അവൻ ഒരുപാട് ക്ഷമിച്ചു. പക്ഷേ അവന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അയാളെ അടിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് വെപ്പൺ താഴേക്ക് വീണു. അയാൾക്ക് അടി താങ്ങാനാവാതെ അവനെ തള്ളിയിട്ടു. എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവനൊരു ഭാരമുള്ള പ്ലേറ്റ് എടുത്ത് അയാൾ ഒരൊറ്റ അടിക്ക് വീഴ്ത്തി. ഒരു ജയിൽ പുള്ളി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇൻചാർജിലുള്ള ഒരാൾ ഒരു ബാർ എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് അമർത്തി. CCTV ക്യാമറ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അവന് ശ്വസിക്കാൻ പറ്റാതായപ്പോൾ അയാൾ അവനെ താക്കീത് നൽകി വിട്ടു. ജയിലിൽ ഇങ്ങനെയൊക്കെ സഹിച്ചേ പറ്റൂ എന്നവൻ മനസ്സിലാക്കി. പിന്നീട് അവൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അയാൾ വന്ന് അത് തട്ടിയിട്ടു. പക്ഷേ അവൻ ദേഷ്യം അടക്കിപ്പിടിച്ചു നിന്നു. എന്നിട്ട് അവൻ തന്റെ വക്കീലിനെ കണ്ടു പരാതി പറഞ്ഞപ്പോൾ, നീ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിന്നാൽ നിനക്ക് വൈകാതെ പുറത്തു കടക്കാൻ പറ്റും എന്നയാൾ അവനോട് പറഞ്ഞു. അതിനുശേഷം അവനെ അവർ ഉപദ്രവിച്ചു. പക്ഷേ അവൻ ആ ദേഷ്യമെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർത്തു. പെട്ടെന്ന് അയാൾ വന്ന് എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അവനും പുറത്തു പോകാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അവനെ തടഞ്ഞു നിർത്തി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അവനൊന്നും മിണ്ടാതെ പോകാൻ ശ്രമിച്ചു. അവൻ ഒരുപാട് ക്ഷമിച്ചു. പക്ഷേ അവന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അയാളെ അടിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് വെപ്പൺ താഴേക്ക് വീണു. അയാൾക്ക് അടി താങ്ങാനാവാതെ അവനെ തള്ളിയിട്ടു. എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവനൊരു ഭാരമുള്ള പ്ലേറ്റ് എടുത്ത് അയാൾ ഒരൊറ്റ അടിക്ക് വീഴ്ത്തി. ഒരു ജയിൽ പുള്ളി വർക്കൗട്ട്